ഫസ്റ്റ് ഞാൻ എനിക്ക് +1 +2 തന്നെ എനിക്ക് JEE പഠിക്കണം, എൻട്രൻസ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത് എൻട്രൻസ് ട്യൂഷൻ സെൻ്റർ തിരഞ്ഞെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് നമുക്ക് സൈലത്തിൽ പോവാം, അവിടെ നല്ല ക്ലാസ്സാണ്. സോ എനിക്കറിയാം കുറച്ച് ഹസിലാണ് കയറി പറ്റാൻ, NIT IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി പറ്റാൻ. സോ എനിക്ക് ഇവിടേക്ക് എത്തും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ബട്ട് സൈലത്തിലേക്ക് എത്തിയപ്പോൾ എനിക്ക് അവിടുത്തെ അവരുടെ സംസാരവും അവരുടെ മോട്ടിവേഷനും കണ്ടപ്പോൾ എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ മോട്ടിവേഷൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സോ അതിനെ ഞാൻ ബേണപ്പ് ചെയ്ത് ഫാക്കൽറ്റീസ് ആണെങ്കിലും അതിലേക്ക് ഇങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്ത് ആ ഫ്യൂൽ ഇങ്ങനെ കത്തിച്ച് ഞാൻ ഇന്നിവിടെ NIT കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസിലെത്തുമ്പോൾ അതിലോട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നല്ല മെമ്മറീസും ഉണ്ട്. കൂടുതലും നല്ല മെമ്മറീസാണ്. ആ ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയുക, ഉറക്കമില്ലാത്ത രാത്രികൾ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടേക്ക് എത്തുമ്പോൾ അതൊക്കെ വെറുത്താണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വെൽക്കമിങ് ആണ് എനിക്ക് NIT കാലിക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ മാത്രമല്ല ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ +1 തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രോവേർട്ടഡ് ക്യാരക്ടർ ആയിരുന്നു. സോ ഞാൻ സൈലത്തിലോട്ട് വന്നപ്പോഴും ഹോസ്റ്റലിലായിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്നത്. സോ ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് എനിക്ക് നന്നായിട്ട് നല്ല ഫ്രണ്ട്സൊക്കെ അവരെന്നെ നന്നായിട്ട് മേക്കപ്പ് ചെയ്തെടുത്തു. എങ്ങനെ ഇനിയിപ്പോൾ NIT ഹോസ്റ്റലിൽ വരുമ്പോൾ എങ്ങനെ ഈ സംസാരിക്കുക, എങ്ങനെ ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യാം, അങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക എന്നുള്ള എല്ലാ ഗൈഡും എനിക്ക് സൈലത്തിൽ നിന്നുള്ള ഹോസ്റ്റലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മാത്രമല്ല ടീച്ചേഴ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. സോ എങ്ങനെ ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. സോ സൈലത്തിൽ നിന്നാണ് ഞാൻ ഡൗട്ട് ചോദിച്ച് തുടങ്ങിയതും എങ്ങനെ കോൺസെപ്റ്റ് എങ്ങനെ ഗ്രാസ്പ് ചെയ്യാം, ഒരു ഫുൾ ട്യൂട്ടോറിയൽ സൈല എനിക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു. സോ അതൊക്കെ എനിക്ക് ഇവിടെ എത്തുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പാർട്ട് ഫ്രം ദ അക്കാഡമിക്സ് എനിക്ക് കുറച്ചും കൂടെ എന്നെ ഒരു പേഴ്സണായിട്ട് ഭയങ്കര ഡെവലപ്പ് ചെയ്യാൻ സൈലത്തിൽ സാധിച്ചു. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും സൈലത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ ഫ്രണ്ട്സ് സ്റ്റിൽ എൻ്റെ കൂടെ ഉണ്ട്. കുറേ ആൾക്കാർക്ക് ഇവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. കാരണം അവരും എൻ്റെ ജേണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ +1 +2 എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വാസ്റ്റ് ടോപ്പിക്സ് ആണ്. സോ ഇത് എവിടുന്ന് തുടങ്ങണം എന്നൊരു പിടുത്തമില്ല. സോ ഒരു ഗൈഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം ഉണ്ട് എൻട്രൻസ് എന്ന ഒരു പാതയിൽ. സോ അവിടെയാണ് സൈലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന DPPs വെൽ സ്ട്രക്ചേർഡ് ആണ്. സോ എനിക്ക് NCERT പഠിക്കണം, NCERT ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് NCERTയിൽ എല്ലാ ലൈൻ ബൈ ലൈനും ഞാൻ ആക്ച്വലി പോയിട്ടില്ല. സോ DPP ചില ടോപ്പിക്ക് കെമിസ്ട്രി ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. ബട്ട് ചില ടോപ്പിക് ഫിസിക്സ് ഒന്നും ഞാൻ NCERT അങ്ങനെ കാര്യമായിട്ട് റെഫർ ചെയ്തിട്ടില്ല. ബട്ട് കാരണം DPPയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ DPP എന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് ടൈമിലും DPP ആണ് ഞാൻ റിവൈസ് ചെയ്തിട്ടുള്ളത്. സോ അതായത് ആ DPPയിൽ തന്നെ ചെറിയ വേർഡ്സിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അധികം കോംപ്ലിക്കേറ്റഡ് ഇല്ലാതെ ടോപ്പിക്ക് നമ്മളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ DPP ഒരു ബ്യൂട്ടിഫുൾ തിങ് ആണ് നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് പിന്നെ GABനെ പറ്റി പറയുകയാണെങ്കിൽ സൈലം ഓരോ മന്തും GAB കണ്ടക്ട് ചെയ്യും. സോ GABൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ്, നമ്മുടെ ലെവൽ എന്താണെന്ന് സൈലം നമുക്ക് പറഞ്ഞുതരും. ഓരോ എക്സാം വീക്കിലി അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് മനസ്സിലാവും എൻ്റെ ലെവൽ എത്രയാണ്. ബട്ട് GABയിലൂടെ വരുമ്പോൾ ഒരു ആക്ച്വൽ JEE ആണ്. സോ ആക്ച്വൽ വിത്ത് പേഴ്സൻറ്റേജിലൊക്കെ ഒരു കറക്റ്റായിട്ട് ഓർഡർലി ഫുൾ സിസ്റ്റമാറ്റിക് ആണ്. സോ GAB അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്രമാത്രം മുന്നിലാണ്, എത്രമാത്രം ബാക്കിലാണ്, എത്രമാത്രം എഫേർട്ട് ഇടണം. ഒരു ഹാർഷ് റിയാലിറ്റി നമുക്ക് GAB നമുക്ക് തരും. സോ GAB എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി എത്രത്തോളം അതിന് വർക്ക് ചെയ്യണം. സോ ആക്ച്വലി GAB ഈ ഒരു അതായത് സൈലത്തിൻ്റെ എൻ്റർ സിസ്റ്റം ആക്ച്വലി NIT കാലിക്കറ്റിലേക്ക് എനിക്ക് പേഴ്സണലി NIT കാലിക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയൊരു കീ ഫാക്ടർ തന്നെയായിരുന്നു. അതിൽ GAB വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്കും ബാക്ക്ലോഗിൽ ഞാൻ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ബാക്ക്ലോഗിനെ എങ്ങനെ ക്രാക്ക് ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പഠിക്കുന്നത് അന്നൊന്ന് പഠിക്കുക, പക്ഷേ ബാക്ക്ലോഗിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. എനിക്കറിയാം ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. സോ ആദ്യം ബാക്ക്ലോഗിൽ സ്ട്രെസ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്നൊന്ന് പഠിക്കുക. ആൻഡ് ശനി ഞായർ ദിവസങ്ങളിൽ മെയിനായിട്ട് ബാക്ക്ലോഗിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. റിവിഷൻ്റെ കൂടെ ബാക്ക്ലോഗിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് ബാക്ക്ലോഗ് പഠിക്കുമ്പോഴും തിയറി ഇരുന്ന് ക്ലാസ് കാണരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ബട്ട് പകരം ക്വസ്റ്റ്യൻസിലൂടെ ബാക്ക്ലോഗ് തീർക്കാൻ നോക്കുക. മാക്സിമം കുറച്ച് ചില ടോപ്പിക്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് സ്റ്റിൽ നല്ല ഡിഫിക്കൽട്ട് ആണ് മാത്രം തിയറി നോക്കുക. അല്ലാതെ ക്വസ്റ്റ്യൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആണ് കീ. അതായത് JEE എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പോട്ട് ക്വസ്റ്റ്യൻ കാണാൻ ആൻസർ എഴുതുക, അതാണ് മെയിൻ.
സോ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എത്രമാത്രം ഫെമിലിയർ ആവുന്നു അത്രമാത്രം നമുക്ക് ജെഇ ക്രാക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കിട്ടും, ചാൻസും കൂടുതലാണ്. സോ ബാക്ക്ലോഗ് ചെയ്യുമ്പോഴും റിവിഷൻ ചെയ്യുമ്പോഴും മെയിൻലി ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക. സോ ക്വസ്റ്റ്യൻസ് ആണ് കീ. സോ ബാക്ക്ലോഗ് എങ്ങനെ ക്രാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ ആൻസറിൽ പറയുകയാണെങ്കിൽ ഒരു ശനി ഞായറും അതിനായിട്ട് ബാക്കി വെക്കുക. അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ബാക്ക്ലോഗിലോട്ട് പോവുക. അല്ലാതെ ബാക്ക്ലോഗിൽ മാത്രം ഇരുന്നാൽ അത് നല്ലൊരു ശീലമല്ല. അന്നന്ന് എടുക്കണം, അന്നന്ന് പഠിക്കുക ഫസ്റ്റ്. ഫസ്റ്റത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരിക്കലും ബേൺ ഔട്ട് ആവരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഫ്യൂവൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം 3 മാസമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൽ അർത്ഥമില്ല, നിങ്ങൾ എത്ര കാലം വന്നതിൽ അർത്ഥമില്ല. സോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഫ്യൂവൽ എപ്പോഴും ബേൺ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ അത്രേ പറയുള്ളൂ. PYQs ഇരുന്ന് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് റിപ്പീറ്റഡ്ലി ചെയ്യുക. ഒരു വട്ടം ഒന്നും ചെയ്താൽ പോരാ, ചെയ്ത ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്യുക. പിന്നെ നിങ്ങൾ ജസ്റ്റ് ചെയ്യണം എന്നില്ല, ക്വസ്റ്റ്യൻസ് നോക്കുക, ഇതിൻ്റെ സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ജസ്റ്റ് സെൽഫായിട്ട് ക്ലെയിം ചെയ്യാൻ നോക്കുക. സോ അത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോക്കിയിട്ട് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ വർക്ക്ഔട്ട് ചെയ്യുക. സോ മെയിൻലി ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസിലാണ്. ക്വസ്റ്റ്യൻസിലൂടെ വർക്ക് ഓൺ ചെയ്യുക, ക്വസ്റ്റ്യൻസിലൂടെ പോവുക, അത്രയേ ഉള്ളൂ. ആൻഡ് പിന്നെ തീരെ അറിയാത്തത് മാത്രം ജസ്റ്റ് ഒന്ന് തിയറി കാണുക. അതാണ്. പിന്നെ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്നാൽ നന്നായിട്ട് ഉറങ്ങണം. ഉറക്കം ഒരിക്കലും മിസ് ചെയ്യരുത്. എനിക്കൊരു പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് എൻ്റെ സ്റ്റഡീസിന് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. സോ ഉറക്കം ഒരിക്കലും സാക്രിഫൈസ് ചെയ്ത്, ഈവൻ ദോ നിങ്ങൾ ലാസ്റ്റ് സ്റ്റേജിലാണേലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങാം, ബാക്കി മണിക്കൂർ പഠിക്കാം. പക്ഷേ നിങ്ങളുടെ പെർഫോമൻസിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. സോ ഉറക്കത്തിന് ഒരിക്കലും സാക്രിഫൈസ് ചെയ്യരുത്. ഉറക്കം എനിക്ക് തോന്നും ചിലപ്പോൾ എനിക്ക് കുറച്ച് 4 മണിക്കൂർ ഉറങ്ങിയാലും എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടിയില്ല പഠിക്കാൻ. ബട്ട് ഒരിക്കലും ഉറക്കം സാക്രിഫൈസ് ചെയ്യരുത്. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഉറക്കം സാക്രിഫൈസ് ചെയ്താൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിനെ നന്നായിട്ട് ബാധിക്കും. നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് ഇല്ലാതെ പഠിക്കുക. ഒരിക്കലും സ്ട്രെസ് ആവരുത്. സ്ട്രെസ്സിന് നിങ്ങൾ മറക്കുക, സ്ട്രെസ് വേണ്ട. ഐ നോ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, ബട്ട് സ്ട്രെസ്സ് നിങ്ങളെ എവിടെ എത്തിക്കില്ല. വെറുതെ വരാൻ പോകുന്ന ഒരു എക്സാമിനെ പറ്റി ആലോചിച്ച് വെറുതെ സ്ട്രെസ് ആവുന്നതിനെക്കാളും നല്ലതാണ് 2 PYQ എടുത്ത് ചെയ്യുന്നത്. സോ PYQയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതാണ് എനിക്ക് തോന്നുന്ന ഫൈനൽ സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. സോ ആക്ച്വലി ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് വന്നത് ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ. സോ എൻ്റെ അമ്മയുടെ മകൾക്ക് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിരുന്നു, അച്ഛനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഫസ്റ്റ് ഇവിടേക്ക് വരുമ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇവരെല്ലാവരും നന്നായിട്ട് മാർക്ക് മേടിച്ചവരാണ്. എല്ലാവരും സബ്ജക്റ്റിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. എല്ലാവരും എന്നെപ്പോലെ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തിയവരാണ്. ആൻഡ് പുറത്തത്തെ കുറേ കുട്ടികളുണ്ട്. എൻ്റെ റൂംമേറ്റ് പേഴ്സണലി 2 ആന്ധ്രാപ്രദേശിലെ സ്റ്റുഡൻസ് ആണ്. സോ അവരൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ കൾച്ചർ മിങ്കിൾ ചെയ്യാൻ പറ്റും. എനിക്ക് ഫസ്റ്റായിട്ട് ഇവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു സ്റ്റേറ്റ് ഓഫ് റിലീഫ് ആൻഡ് ഹാപ്പിനെസ്. സോ ഫാർ ഞാൻ ഇത്ര വന്നു. ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ കുറേ പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. കുറേ ഉറക്കമില്ലാത്ത രാത്രികൾ, കുറേ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നോക്കി പിന്നോട്ട് നോക്കുമ്പോൾ നല്ല മെമ്മറീസും ഉണ്ട്. ബട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻസർ പേപ്പേഴ്സ്, തിയറി, GAB ഭയങ്കര ഒരു മെസ്സി മൈൻഡായിരുന്നു. പക്ഷേ ബട്ട് ഞാൻ NIT കാലെത്തി വെച്ചപ്പോൾ ഭയങ്കര ഫ്രീ. പിന്നെ ഞാൻ ഫെർദർ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നൊരു 2 മാസമായി. ഇവിടെ എപ്പോൾ നോക്കിയാലും പ്രോഗ്രാംസ്, അക്കാഡമിക്സ് ഉണ്ട്. എനിക്കിപ്പോൾ ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് രാവിലെ മുതൽ ഉച്ച വരെ എനിക്ക് ക്ലാസ് ഉള്ളൂ. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫുൾ ഫ്രീയാണ്. സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് ഫ്രീ ആയിട്ട്, അതായത് ഒരു ഫ്രീ വില്ലാണ് എനിക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഫുൾ ടൈം അല്ല, ഹാഫ് ഓഫ് ദി ഡേ ക്ലാസ് ഉണ്ടായിരിക്കും. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മ്യൂസിക് ആൻഡ് ഇവിടെ കുറേ ക്ലബ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് എവറിത്തിങ് ഈസ് സോ ബ്യൂട്ടിഫുൾ ഹിയർ. എന്തുകൊണ്ട് NIT കാലിക്കറ്റ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇവിടുത്തെ എക്സ്പ്ലോഷറാണ്. എല്ലാവർക്കും അറിയാം, പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം, നന്നായിട്ട് പ്ലേസ്മെൻ്റ് ഉണ്ട്. സോ അത് ഞാൻ വിടാം. അപ്പാർട്ട് ഫ്രം ദ അക്കാഡമിക്സ്, ഇവിടുത്തെ എക്സ്ട്രാ കരിക്കുലം ഭയങ്കര വാസ്റ്റാണ്. നിങ്ങൾക്ക് ഭയങ്കര ഫ്രീ വില്ലുണ്ട്. ആക്ച്വലി ഇവിടെ ഇപ്പം മ്യൂസിക് ക്ലബ്ബ് ഉണ്ട്. മ്യൂസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റുഡൻസിൻ്റെ ഡീനാണ്. സോ നിങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത്. ആക്ച്വലി ഇതൊരു കോളേജ് ഇൻ ദ സെൻസ് സ്റ്റുഡൻസിൻ്റെ കോളേജാണ്. ഒരു ഫ്രീ വില്ലാണ് ഇവിടെ മെയിനായിട്ട് സ്റ്റുഡൻസ് ക്യാമ്പസ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഒരു കുട്ടി എന്തുകൊണ്ട് NIT കാലിക്കറ്റ് എടുക്കണം എന്ന് വെച്ചാൽ, വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് കോളേജാണ് ഇന്ത്യയുടെ തന്നെ.
ബട്ട് NIT കാലിക്കറ്റ് എങ്ങനെയാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് മലയാളീസ് ആണ്. ആൻഡ് അതുകൊണ്ട് അവരായിട്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അവരായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ രണ്ടാമത്തെ ഒരു എല്ലാ കോളേജിലും മലയാളീസ് ഉണ്ടാകും, പക്ഷേ ഇവിടെ നമുക്ക് മലയാളി കൾച്ചറും മലയാളിയായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫെർദർ നോൺ മലയാളീസ് ഉണ്ട്. സോ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് നമ്മുടെ പ്ലേസ്മെൻറ്റിനും നമ്മുടെ ഫെർദർ ജോബിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ പിന്നെ NIT എടുത്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്രീനറിയാണ്. ക്യാമ്പസിൻ്റെ ഗ്രീനറി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എവിടെ നോക്കിയാലും പച്ചപ്പ്, എവിടെ നോക്കിയാലും ഒരു കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻ്റ് ആണ്. പഠിക്കാൻ പേഴ്സണലി എനിക്ക് തോന്നുന്നു പഠിക്കാൻ പറ്റുന്ന, അതായത് ക്രിയേറ്റീവ് വരുന്നത്, അതായത് കോളേജ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് മാത്രമല്ല, പഠിത്തം മാത്രമല്ല, ക്രിയേറ്റീവും കൂടെ ഉണ്ട്. സോ ഒരു ക്രിയേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് NIT കാലിക്കറ്റ് ഉള്ളത്. സോ ദാറ്റ്സ് വൈ NIT സ്റ്റാൻഡ്. ഒന്നാമത്തെ കാര്യമാണ് മോട്ടിവേഷനാണ്. അതായത് മോട്ടിവേഷൻ ആൻഡ് നെവർ ഗിവ് അപ്പ്. സൈലത്തിൻ്റെ നമ്മൾ CEO ആയ അനന്തു സാറായാലും അനന്തു സാറിൻ്റെ ജേണി തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ളൊരു മെൻറ്റാലിറ്റി എനിക്ക് സൈലം തന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എക്സ്ട്രാ ഓർഡിനറീനെ പുഷ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഓർഡിനറീസും സ്റ്റിൽ ഈസ് ദെയർ. സോ അവരും കൂടെ പുഷ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി സൈലത്തിനുണ്ട്. സോ അതിൻ്റെ ആ കറേജ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഭയങ്കര അഡ്മയർ ആയിട്ട് തോന്നി. മൂന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിൻ്റെ ബോണ്ടാണ്. സൈലത്തിൽ ടീച്ചേഴ്സ് ഭയങ്കര കമ്പനിയും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സോ ഒരു ഡൗട്ട് ചോദിക്കുമ്പോഴും വളരെയായിട്ട് അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഫെർദർ ടോപ്പിക്ക് മാത്രമല്ല, എൻട്രൻസ് ഓറിയൻറ്റഡ് മെയിൻലി എനിക്ക് ടോപ്പിക്ക് മാത്രമേ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാം അത് മാത്രമേ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഞാനൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ്, അങ്ങനെയൊക്കെ അതിൻ്റെ ആ സബ്ജക്റ്റിനോടൊരു ഇഷ്ടം വരുത്താൻ വേണ്ടിയിട്ട് സൈലത്തിലെ ഫാക്കൽറ്റീസ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് എനിക്ക് തോന്നി.